ശ്രീശുഖ ബ്രഹ്മർഷിയുടെ കഥ പറയാനാണ് നമ്മൾ തുടങ്ങിയത്, അല്ലേ? അപ്പോ ഘൃതാജി എന്ന അപ്സരസിനെ കണ്ട് അങ്ങനെ ഒരു സന്തതി ഉണ്ടാവണം എന്ന ആഗ്രഹവും കൂടി ഉണ്ടായതുകൊണ്ട് എന്തുപറ്റി? അരണി കടഞ്ഞതുകൊണ്ട് ആ അരണി കടയിൽ ജനിച്ച ആളാണ് ആര്? ശിശുക്കൾ. നമ്മളൊക്കെ മലം എന്ന് പറഞ്ഞാല് അഴുക്ക്. നമ്മൾ വന്നപ്പോ അഴുക്ക് വല്ലതും ഉണ്ടായിരുന്നോ? അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയാണ് മറ്റുള്ളവരുടെ കയ്യിലോട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് അവര് മേടിച്ചത്. ആ പരുവത്തിൽ കൊണ്ട് കൊടുത്ത് ആരെങ്കിലും മേടിക്കുവോ? എടുത്ത് അന്നേരം കാട്ടിക്കളയും, ഇല്ലേ? അത്രയ്ക്ക് നല്ല ഷേപ്പിൽ അങ്ങോട്ട് വരുന്നത്. അന്ന് പുറത്ത് മാത്രമേ അഴുക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നോ മൊത്തം അഴുക്ക. അകത്ത് വഴുക്ക, പുറത്ത് വഴുക്ക. പുറത്തെ അഴുക്ക് ചന്ദ്രികാസോപ്പിട്ട് കുളിച്ചാൽ പോകും. പക്ഷെ അകത്തെ അഴുക്ക് എലിമ ചെയ്താലും പോവാത്ത തരത്തിൽ ഇങ്ങനെ കെട്ടുപിടിച്ചുല്ലേ. അത് അഴുക്കൊക്കെ എടുത്ത് എന്ത് ചെയ്യണം? കളയാൻ നമ്മള് ശ്രമിക്കണം. അപ്പോ അങ്ങനെ ഒരു തരത്തിലും മലം പറ്റാതെ വന്ന ആളാണ് ശ്രീശുഖൻ. അതുകൊണ്ട് തന്നെ യാതൊരുവിധ തരത്തിലുള്ള ബന്ധങ്ങളും ഒന്നിനോടും ഉണ്ടായിരുന്നില്ല. ശരീരത്തിനോട് പോലും ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വസ്ത്രം പോലും ഉടുക്കാതെ നടന്ന ആളാണ് ആര്? ശ്രീശുഖൻ. നൂൽ ബന്ധമില്ലാതെ നടന്ന ആളാണ്. എന്താ കാരണം? നമ്മളൊക്കെ എന്തിനാ വസ്ത്രം ധരിക്കണേ? ഇപ്പൊ എന്തിനാ ഉടുക്കുന്നത് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഞമ്മളൊന്നും ഉടുക്കുന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ആകപ്പാടെ കാമിലിപ്പം തുണിക്കാത്ത അല്ലേ? നിങ്ങളുടെ കാര്യമല്ലേ? പണ്ടൊക്കെ കാശ് കൊടുത്ത് തുണി മേടിച്ച് തയ്ച്ചിടുമായിരുന്നു, അല്ലേ? കീറലൊക്കെ ഉണ്ടായി, തുളയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ തയ്ച്ചിടുമായിരുന്നു. ഇപ്പം കാശ് കൊടുത്തെന്തോ പഠിക്കും? തുള ഉള്ളത് മേടിച്ചിടും. അങ്ങനെ ഇപ്പം എന്തിനാ തുണി ഉടുക്കുന്നതെന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഇച്ചിരൊക്കെ ദേഹത്ത് വേണ്ടേ എന്ന് വിചാരിച്ച് കിട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? പോട്ടെ. സാധാരണ ജനങ്ങൾ എന്തിനാ തുണി കൊടുക്കണേ? നാണം പറയാം. ഈ നാണം ആർക്കാ? നാണം ശരീരത്തിനാണോ അതോ ആത്മാവിനാണോ? എന്റെ ചോദ്യം, നാണം